പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. ബ്രദേഴ്സ് ക്ലിനിക്കും അസറ്റ് തവണഞ്ചിനെയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ പരിപാടിയുടെ ഈ ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തിരൂർ നിയോജക മണ്ഡലം MLA ബഹുമാന്യനായ കുറുക്കുളി മൊയ്തീൻ സാഹിബായിരുന്നു. ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് 2024 ഡിസംബർ 22 ഞായർ 9 മണി മുതൽ ഉച്ചക്ക് 2 മണി വരെയായിരുന്നു. ബ്രദേഴ്സ് ക്ലിനിക് തിരുമടയിൽ വെച്ചായിരുന്നു ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. ക്യാമ്പിൽ ലഭിക്കുന്ന സേവനങ്ങൾ: സൗജന്യ ഡോക്ടർ പരിശോധന, സൗജന്യ ബ്ലഡ് ഷുഗർ പ്രഷർ ക്രിയാറ്റിൻ ടെസ്റ്റ്, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റു ടെസ്റ്റുകൾക്ക് ഡിസ്കൗണ്ട് നിരക്ക് 30% മുതൽ 50% വരെ, പ്രഥമ ദന്തപരിശോധന, ആരോഗ്യ ബോധവൽക്കരണം, ന്യൂട്രീഷന്റെ സേവനം, കുട്ടികൾക്കായി സൗജന്യ പഠന സ്വഭാവ നിർണയ ക്യാമ്പ്, മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സേവനം. ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് DR സാദത്ത് അലി MBBS, DR ജംഷാദ് മണ്ണിങ്ങൽ BDS ഡെന്റൽ സർജൻ, അതുപോലെ തന്നെ റുബ ഹന്ന MSc ചൈൽഡ് ഡെവലപ്മെന്റ്, സനിയ നസ്രി റെമഡിയൽ ട്രെയിനർ, സൈക്കോളജിക്കൽ കൗൺസിലർ. മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന്, അതായത് അസറ്റ് തവണഞ്ചേരിയുടെ ജനറൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അസറ്റ് തവണഞ്ചേന പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ബ്രദേഴ്സ് ക്ലിനിക്കിന്റെ മാനേജർ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒത്തിരി ഉപകാരപ്രദമാകുന്ന ധാരാളം സന്ദേശങ്ങൾ അതിൽ നിങ്ങൾക്ക് നേടാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഒത്തിരി ഉപകാരപ്രദമാകുന്ന, കുട്ടികളെ പരിപാലിക്കുന്ന കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ഒരു ക്ലാസ് കൂടി ഉണ്ടായിരുന്നു. തുടർന്നുള്ള കാഴ്ചകൾ ലൈവിൽ. അപ്പോൾ അസറ്റ് തവളഞ്ചിനാണ് മുമ്പ് ഒരു ബിരിയാണി ചലഞ്ചൊക്കെ നടത്തിയിട്ട് ചലഞ്ചാക്കി മാറ്റിയ ആളുകളാണ്. എന്തായിരുന്നു പേരെന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് ഷിയാസ്. ഇന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, ഒരു ഫ്രീ ക്യാമ്പ്. ഫാർമസി ഏതാ? ബ്രദേഴ്സ് മെഡിസിറ്റി. ഈ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താ വില കൂടുണ്ടോ? അതിരുമട ബ്രദേഴ്സ് മെഡിസിറ്റി. അപ്പൊ അതായത് പ്രശ്നം ശ്രദ്ധിക്കുക, അതിരുമട ബ്രദേഴ്സ് മെഡിസിറ്റി. അപ്പോൾ അവരും അസറ്റും കൂടി സംയുക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു മെഡിക്കൽ ക്യാമ്പ് വെക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്താണ് നിങ്ങളെ സൈഡിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ? ഞങ്ങൾ അസറ്റ് എന്ന് പറഞ്ഞ സംഘടന നാട്ടിലെ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളുടെ ആരോഗ്യപരവും മാനസികപരവും സാമ്പത്തികം തൊഴിൽപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മൾ രോഗികളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ചലഞ്ച് കിട്ടിയ പൈസ ഉപയോഗിച്ചൊക്കെ നമ്മൾ പാവപ്പെട്ട രോഗികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മാരകമായ രോഗികളുടെ എണ്ണം കൂടുന്നതിന് പകരം അത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് രോഗലക്ഷണങ്ങളെ നേരത്തെ കണ്ടെത്തിയിട്ട് അത്തരം രോഗങ്ങൾക്ക് വേണ്ട ചികിത്സകൾ തുടക്കത്തിലേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു വലിയ രോഗത്തിലേക്ക്, മാരകമായ രോഗാവസ്ഥയിലേക്ക് പോവാതെ അവരെ രക്ഷപ്പെടുത്തിയെടുക്കുക, സാമ്പത്തികമായിട്ടും ശാരീരികവും മാനസികമായുള്ള ബുദ്ധിമുട്ടിലേക്ക് പോവാതെ നേരത്തെ രോഗങ്ങൾ തിരിച്ചറിയുക, അതിനുള്ള ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ക്യാമ്പിന്റെ ആളുകളിലേക്ക് നിർദ്ദേശം എത്തുന്നവരെല്ലാവരും അത് പാലിക്കണം. കാരണം നമ്മൾ ചെറിയ ചെറിയ രോഗങ്ങൾ കാരണം നമ്മൾ അറിയാതെ ചില ലക്ഷണങ്ങൾ നമ്മൾ അവഗണിച്ചത് കാരണം നമുക്ക് വലിയ രോഗങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. നമ്മൾ സ്ഥിരം പറയുന്ന ലക്ഷണങ്ങളൊന്നും ആവില്ല, ചിലപ്പോൾ നമ്മളെ കിഡ്നിയോ മറ്റോ പോകാൻ കാരണമാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഏത് ചെറിയ മാറ്റങ്ങളും ശരീരത്തിലോ മാനസികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ വിദഗ്ധരായുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ട്, ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ട് അതിനുള്ള ചികിത്സകൾ നേടുക എന്നുള്ളതാണ്. ടെസ്റ്റുകൾ വേണ്ടെങ്കിൽ ടെസ്റ്റുകൾ നടത്തിയിട്ട് തന്നെ അതിനുവേണ്ട ചികിത്സകൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ ഒരു ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അടുത്ത് ചോദിക്കട്ടെ, ഈ അസറ്റിന്റെ കീഴിൽ ഒരുപാട് നന്മയേറിയ പ്രവർത്തനങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അസറ്റിന്റെ കീഴിൽ ഇതല്ലാതെ മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്? ഞങ്ങൾ സത്യത്തിൽ അസറ്റ് എന്നുള്ള പേരിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം ആകുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം, നാട്ടിലൊരു സെക്യൂരിറ്റി CCTV സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ രോഗികളെ നേരത്തെ നമ്മൾ ഇങ്ങനെ ചികിത്സാ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ പ്രായമായ ആളുകളെ കൊണ്ട് നമ്മൾ എവിടേക്കിലൊക്കെ ടൂർ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള, ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉടനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ്. സ്ത്രീകൾക്ക് വരുന്ന രോഗങ്ങളും കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ് അടുത്തതായിട്ട് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് സ്ത്രീകൾ തന്നെയാണ് അത് മാനേജ് ചെയ്തും ക്ലാസ് എടുക്കുന്നതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ അറിയിക്കുന്നതാണ്. ആ സമയത്ത് അത് ഉപയോഗപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തും കൂടിയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അവർ കരിയർ ഗൈഡൻസ് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു IAS ലെവലിലോ സിവിൽ സർവീസ് ഏത് മേഖലയിലേക്ക് ആയിക്കോട്ടെ, അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ, എവിടെ പോകണം, അതിനുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതിനുള്ള എന്താ ആവശ്യമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നമ്മുടെ വീടുകളിലോ മറ്റൊക്കെ ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവും. ഞങ്ങൾ അടുത്തൊരു പ്രവർത്തനങ്ങളിലേക്ക് അതിലേക്ക് വരുന്നേ ഉള്ളൂ. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവരൊക്കെ എങ്ങനെ ആ ഒരു
അവസരങ്ങൾ അവർക്ക് അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതൊരു തൊഴിലാക്കി മാറ്റാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിലുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് ഞങ്ങൾ അടുത്ത പ്രവർത്തനങ്ങളുടെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന നന്മയേറിയ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് അമീൻ ഭായ്, നിങ്ങളെ ഒരു ഭാഗത്തുനിന്നുള്ള വിശദീകരണം. അതെ, നമ്മള് ക്ലിനിക്കിന്റെ ഇതാണ്, MD ആയിട്ടാണ്. അപ്പോ നമ്മളിപ്പോ ഇന്നൊരു ഇത് വെച്ചിട്ടുള്ള നമ്മൾ നെഫ്രോ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്യാമ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നെഫ്രോ വിഭാഗം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതുമൂലം തന്നെ ഞങ്ങൾ ഇവിടെ സൗജന്യമായിട്ട് ലബോറട്ടറി ടെസ്റ്റുകൾ കാര്യങ്ങൾ ക്രിയാറ്റിൻ പോലത്തെ പല ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഈ അതിരുമട ഈ ലൊക്കാലിറ്റിയിൽ വെച്ചിട്ട് തന്നെ ഒരുവിധ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് നമ്മൾ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുടെ സേവനം സൗജന്യമാണ്. ഇത് മുഖാന്തരം തന്നെ ഞങ്ങള് വീടാന്തരം പോയിട്ടുള്ള സൗകര്യങ്ങൾ, സർവീസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹോം കെയർ കാര്യങ്ങളൊക്കെ, ബ്ലഡ് സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു വിധ എല്ലാ രോഗങ്ങൾക്കുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ 10% കുറവിൽ തന്നെയാണ് നമ്മളിവിടെ ലഭ്യമാക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് എത്തിപ്പെടാനും അവരെ വീടാന്തരം എത്തിച്ചു കൊടുക്കണം. ഞങ്ങളെ സർവീസ് പറഞ്ഞാൽ ഞങ്ങൾ പ്ലസ് പോയിന്റ് പറഞ്ഞാൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു 1-2 ദിവസത്തിന്റെ അകം അവർ പറയുന്നതാണെങ്കിൽ അതേ ദിവസം തന്നെ ഞങ്ങൾ അവിടെ അവരെ വീട്ടിലോട്ട് വന്നിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും മെഡിസിൻസ്. അതേപോലെ തന്നെ ഹോം കെയർ കാര്യങ്ങളൊക്കെ ഏത് നിമിഷവും നമുക്ക് 9 മണി മുതൽ 9 മണി വരെ നമ്മുടെ ടൈമിങ്. ലബോറട്ടറി ആണ് 6 മണി മുതൽ 9 മണി വരെയാണ് ടൈമിങ്. ഈ ടൈമിൽ ഏത് സർവീസിനും ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് സ്പെഷ്യാലിറ്റി, കാഷ്വാലിറ്റി, ഒബ്സർവേഷൻ, ECG, ലബോറട്ടറി എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ഇവിടെ ഇതാക്കുന്നുണ്ട്. ഇനി വരും കാലത്ത് തന്നെ ഞങ്ങൾ സ്പെഷ്യാലിറ്റി, ഡെന്റൽ വിഭാഗം അങ്ങനെ മുതലായ പീഡിയാട്രിഷ്യൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എല്ലാ വിഭാഗവും അത്യുജ്വലമായിട്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാ പിന്തുണ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അസറ്റിനെ ബന്ധപ്പെടുത്തിയിട്ട് അവരൊരു അസറ്റ് പറഞ്ഞൊരു ടീം പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വൈഡായിട്ട് സോഷ്യൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഡയാലിസിസ് രംഗത്ത് തന്നെ ഇപ്പൊ തന്നെ ഡയാലിസിസ് പേഷ്യൻസിനൊക്കെ സഫർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കൂട്ടി ഞങ്ങൾ താങ്ങായിട്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ മുതലായ ഞങ്ങൾ സർവീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അത് ജനങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം പല നമ്മൾ മേഖലയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലവിധ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ ലിങ്ക്ഡ് ആയിട്ടുള്ള പല ടെസ്റ്റുകളും MRI പോലത്തെ പല ടെസ്റ്റുകൾക്കും കാര്യങ്ങളും ഞങ്ങൾ ബന്ധപ്പെടാണ്. ഞങ്ങൾ അവർക്ക് പേഷ്യൻസിനുമായിട്ട് സ്പെഷ്യൽ കൺസൾട്ടേഷൻ കൊടുത്തിട്ടുള്ള സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രധാനമായിട്ട് എത്രയേറെ സംവിധാനങ്ങൾ നിങ്ങളെ ഈ ക്ലിനിക്കുമായിട്ട് മീഡിയ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്ന തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ സമയത്തോളം നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാവും. സ്വാഭാവികമായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എനിക്ക് ഇതിൽ വേണം. രണ്ടാമത്തെ കാര്യം, അതിരുമടയിൽ നിന്നും ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്കറിയില്ലോ. അതിരുമട എത്ര ഉണ്ടാവും? അതിരുമടന്ന് ചുരുങ്ങിയത് നേരെ തവളഞ്ചന റോഡ് 300 മീറ്റർ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഈ സ്ഥാപനം കിടക്കുന്നത്. അതായത് അതിരുമടന്ന് വെറും 300 മീറ്റർ ആണ് വേണ്ടത്, തവളഞ്ചന റൂട്ട്. ഓക്കെ. അപ്പൊ നിങ്ങളെ കോൺടാക്ട് നമ്പർ എനിക്ക് തന്നോട്ടെ. കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ലഭ്യമാക്കാം. ഏത് ഇതിന് വേണ്ടി അസിസ്റ്റന്റിന് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൊണ്ട് കഴിയുന്ന എല്ലാ സർവീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ.